നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കാട്ടിലമ്പലത്തിൽ വരെ വന്നതാണ്. വൃശ്യം 12-നുള്ളിൽ വരാൻ പറ്റില്ലെന്ന് വൃശ്യം 13 രാവിലെ വന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ദിവസം കടയൊക്കെ കൊടുക്കത്തുള്ളൂ. 13-ാമത്തെ ദിവസം പൊളിച്ചു മാറ്റണം. അങ്ങനെ കടക്കാരെല്ലാം കടയൊക്കെ ഒതുക്കുവാണ്. ഞങ്ങൾ രാവിലെ വന്ന് അന്നേരം കടയൊക്കെ പൊളിച്ചു മാറ്റും. ഓച്ചറിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ദിവസം ഇരിക്കാം. വൃശ്യം 30 ദിവസമൊക്കെ ഇരിക്കാം. ഇവിടെ പക്ഷേ പറ്റത്തില്ല. ഇത് അയ്യാറിയുടെ സ്ഥലമായതുകൊണ്ട് കറക്റ്റ് 12 ദിവസം കഴിഞ്ഞ് 13-ാമത്തെ ദിവസം പൊളിച്ചിരിക്കണം. നേരത്തെ നമ്മളിവിടെ കടയടിച്ചിട്ടുള്ളതാണ്, അത് നമുക്കറിയാം. അപ്പോൾ എല്ലാവരും പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. രാവിലെ തന്നെ എല്ലാവരും ഒതുക്കി ഇന്ന് തന്നെ പൊളിച്ച് മാറ്റണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എല്ലാം പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ഉച്ചമാസത്തിൽ അല്ല 12 വിളക്കിനുള്ളിൽ ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. നമുക്ക് ഓച്ചറ തിരക്കൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഇവിടെ കാർണിവലൊക്കെ ഉണ്ടായിരുന്നു. ഓച്ചറയിലെ കൂട്ട് തന്നെ മണ്ണക്കിണറും തൊട്ടിയാട്ടവും വള്ളവും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം രാവിലെ തന്നെ അവർ പൊളിച്ചു കഴിഞ്ഞു. കാരണം ഇന്ന് പൊളിച്ചു മാറ്റണമെന്നാണ് കമ്പനിക്കാർ പറയുന്നത്. അതുകൊണ്ട് അവർ വിളക്കുന്നതിന് മുമ്പ് തന്നെ എണീച്ച് ഭാഗത്തുകളെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുക. കാട്ടിലമ്പലത്തിലെ കാഴ്ചകളൊന്നും എടുക്കാൻ വരാൻ പറ്റിയില്ല. ഓച്ചറ അതിലെ ഭയങ്കര തിരക്ക് കാരണം നമുക്ക് കാട്ടിലമ്പലത്തിലോട്ട് വരാൻ പറ്റിയില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ വൃശ്യത്തിൽ കാട്ടിലമ്പലത്തിലും വരുന്നതാണ്. കാട്ടിലമ്പലത്തിലും പടന്നലത്തും ഈ 3 വൃശ്യത്തിൽ കുടില് കെട്ടി താമസിക്കുന്ന ഓച്ചറയിലെ കൂട്ടുകാരനുള്ള ആചാരങ്ങളും അതേപോലെയുള്ള ഉത്സവങ്ങളും ഉള്ളതുകൊണ്ട് ഈ 3 നമ്മൾ എല്ലാ വർഷവും പോകുന്നതാണ്. ഈ വർഷം ഈ 2 പോകാൻ പറ്റിയില്ല. പടന്നലത്തും പോയില്ല. നൂർനാട് പടന്നലത്തും നമ്മൾ പോകുന്നതാണ്. കാട്ടിലമ്പലത്തിലും വരുന്നതാണ്. അതുകൊണ്ട് ഗോപുരം താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഗോപുരമാണ്. ജങ്കാറ് കയറുന്നതിൻ്റെ ഫ്രണ്ടിലാണ് താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഗോപുരം. വണ്ടികളെല്ലാം വന്ന് എല്ലാം വേണ്ട കുടിലുണ്ട്. 1000 കുടിലുണ്ടായിരുന്നു. കുടിലുള്ളതുകൊണ്ട് അതെല്ലാം കൂട്ടുകയുണ്ട്. 12 ദിവസം ഭജന ഇരിക്കാൻ വേണ്ടിയുള്ള കുടില് 1000 കുടിലിനടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഓച്ചറ പിന്നെ ഓംകാരവും സത്രമൊക്കെ ഉണ്ടായിരുന്നു. അതിലും കുറേ ആൾക്കാർക്ക് താമസിക്കുമായിരുന്നു. ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുടിലായിരുന്നു. 1000 കുടിലിനടുത്തുണ്ടായിരുന്നു. 13-ാം തീയതി രാവിലെ കാട്ടിലമ്പലത്തിൽ ആരും ഇല്ലെന്നുള്ളതാണ്. ഓച്ചറയൊക്കെ നല്ല തിരക്ക് 13-ാം തീയതി ഉണ്ട്. ഇവിടെ അങ്ങനെ 12 വിളക്ക് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ഇവിടെ ആരും കാണത്തില്ല. തിരക്ക് കാണത്തില്ല. എല്ലാം ഇന്ന് തന്നെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. കമ്പനിയുടെ സ്ഥലമായതുകൊണ്ട് 12 ദിവസത്തേക്കാണ് അവർ കൊടുക്കുന്നത്. 13-ാമത്തെ ദിവസം പൊളിച്ചിരിക്കണം. ഇവിടെ കുടില് കണ്ട 1000 കുടിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു. കുടിലും പൊളിക്കുന്നുണ്ട് അപ്പുറത്ത്. നല്ല കാഴ്ചകളൊക്കെയാണ്. അമ്പലത്തിലോട്ട് നമ്മൾ നടപ്പന്തലിനകത്തോട്ട് വന്ന് കയറുക. അന്നദാനം വന്നൊരു കഞ്ഞിയൊക്കെ ഓച്ചറിലെ കൂട്ടുകാരുടെ കഞ്ഞിയൊക്കെ ഡെയിലി ഉള്ളതാണ്. അവിടെ 2 ദിവസം ഇനിയിപ്പോൾ കാണത്തില്ല. ഉത്സവം കഴിഞ്ഞിട്ട് ആളൊന്നും ഇല്ലെന്നുള്ളതാണ്. 13-ാം തീയതി രാവിലെ നമ്മൾ വന്നിട്ട് ആളൊന്നുമില്ല. 12 വിളക്ക് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അന്നേരം പിറക്കി കെട്ടിയെല്ലാം പോകും. പിന്നെ 2-3 ദിവസത്തേക്ക് പിന്നെ കാട്ടിലമ്പലത്തിൽ ആളൊന്നും കാണത്തില്ല. പക്ഷെ ഓച്ചറിൽ അങ്ങനല്ല, എപ്പോഴും ആളാണ്. 12 വിളക്ക് കഴിഞ്ഞാലും ആൾക്കാർ കുടിലുകാർ കുറേ പേര് പോകുന്നുള്ളൂ. കടയും കാര്യങ്ങളും ഒന്നും പൊളിക്കത്തില്ല. ഷോ ഡിസംബർ 1-ാം തീയതി വരെ ഉണ്ട് ഓച്ചറ. അമ്പലത്തിൻ്റെ ഇത് കണ്ട, ഇതാണ് കാട്ടിലമ്പലം. ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഗോപുരവും കാര്യങ്ങളൊക്കെ അതൊക്കെ പൊളിക്കുന്നതാണ്. പന്തലൊക്കെ താൽക്കാലികമായിട്ടിട്ടേക്കുന്നത്. ആൾക്കാരൊന്നും ഇല്ലെന്നുള്ള 4-5 പേര് അവിടെ ഇരിപ്പുണ്ട്. അത്രയുള്ളൂ. ഈ കിണർ കണ്ടു, എന്ത് മനോഹരമായിട്ടാണ് അവർ ആ കിണറിൻ്റെ പണി ചെയ്തു വെച്ചേക്കുന്നതെന്ന് നോക്കിയാൽ.
നമ്മളത് കണ്ടു നിന്നു പോയി. അതാണ് കാട്ടിലമ്പലത്തിലെ കിണർ. ഇതെല്ലാം കുടിലെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മണി കെട്ടുന്ന മരം. കാട്ടിലമ്പലത്തിൽ വന്ന് നമ്മൾ മണി കെട്ടുന്ന മരമാണത്. മണിയുടെ വെയിറ്റ് കൊണ്ട് മരമെല്ലാം ചാഞ്ഞ് നിൽക്കുക. ഇതുപോലെ മണിയല്ലേ, ലക്ഷക്കണക്കിന് മണിയല്ലേ അതിനകത്ത് കെട്ടിയിട്ടേക്ക്. കുടിലൊക്കെ അഴിച്ചു തുടങ്ങി. ഓഡിറ്റോറിയം സ്റ്റേജിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥും ഞാനും കൂടെ വന്നത്. മോനുണ്ട്, വേണ്ട മോനവിടെയൊക്കെ തടൽ പറ്റി പോയി നിൽക്കുക. നടന്നു ഇനി ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറകിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അമ്പലവും കടലുമായിട്ട് എന്താ ദൂരം ഉണ്ടെന്ന് നോക്കണ്ട. മണിയൻ കെട്ടുന്ന മരം. ഇതാണ് കാട്ടിലമ്പലത്തിലെ പ്രധാന നേർച്ച, മണി കെട്ടുന്ന. 13 രാവിലത്തെ കാഴ്ചയാണ്. അമ്പലത്തിലെ ആരും തന്നെ ഇല്ലെന്നുള്ളത്, ഇവിടെ അങ്ങനെ ഒരു മനുഷ്യനും ഇല്ലെന്നുള്ള. 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരെയും കാണത്തില്ല. എത്രയാണെങ്കിൽ എപ്പോഴും ആണ്. ഇവിടെ ഞാൻ 2 ദിവസത്തേക്ക് ആള് തന്നെ. തൊട്ടുപുറേ, അമ്പലത്തിൻ്റെ തൊട്ടുപുറേ കടലാണ്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാട്ടിലമ്പലത്തിൽ വന്നിട്ടുണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അമ്പലത്തിൻ്റെ തൊട്ടുപുറയില കണ്ട് കടല. ഇത് കണ്ട ഒരു 5 മീറ്റർ ദൂരം മാത്രമേ കാണത്തുള്ളൂ കടലും അമ്പലത്തിൻ്റെ മതിലുമായിട്ട്. ഇതുണ്ട്, 5 മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ മതിലും കടലിൻ്റെ സൈഡിലെ കല്ല് സൈഡ് കാണുമ്പോഴെല്ലാം കല്ല് പാകിയേക്കുവാണ്. ഇത്രയും സ്ഥലം ഇല്ലായിരുന്നു, അവർ മണ്ണ് ഇറക്കി ഇട്ടത്രയും വീതിയാക്കിയേണ്ട. 5 മീറ്ററാണ്, ഇത്രയേ ഉള്ളൂ. കടലും അമ്പലമായിട്ട് 5 മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. എത്ര ഇത് വന്നാലും അമ്പലം അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. സുനാമി വന്നിട്ട് പോലും കാട്ടിലമ്പലത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം അമ്പലം പുതുക്കി പണിഞ്ഞ് അപ്പോൾ നമുക്ക് 12 വിളക്കിനുള്ളിലൊന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ 13 രാവിലെ ഞങ്ങൾ വന്നതാണ്. അമ്പലവും കടലിൻ്റെ ഇതുമായിട്ടുള്ള വ്യത്യാസമാണ് കാണുന്നത്. കൊണ്ട് അതിലും ആ കല്ലുമായിട്ടുള്ള ഇത്. നല്ല കാറ്റുണ്ട് മേളിൽ കയറി നിന്നിട്ട്. കല്ലിൻ്റെ മേളിലൊന്ന് കയറി നോക്കിയത്. അപ്പോൾ കാട്ടിലമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഒന്നെടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. കാട്ടിലമ്പലത്തിൽ വന്നിട്ടില്ലാത്തവർക്ക് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു ഇത് വരുമല്ലോ, വരണമെന്നൊരു തോന്നലും. അത് ഇത്രയും വ്യത്യാസമുള്ളെന്നുള്ള കടലും അമ്പലമാണ്. 5 മീറ്റർ. അമ്പലം ഇപ്പോൾ പുതുക്കി പണിഞ്ഞ് ചുറ്റുമതിലും ഒക്കെ ഇപ്പം ചെയ്തതാണ്. ഇവിടെ എല്ലാം കരിമണലായിരുന്നു, കറുത്ത മണ്ണായിരുന്നു. അതെല്ലാം എടുത്തിട്ട് വീണ്ടും വെള്ള മണ്ണ് കൊണ്ടിട്ട് ഫില്ല് ചെയ്ത് എടുക്കുന്നതാണ്. പറ നെല്ലൊക്കെ നിറച്ച് പറയും. അമ്പലത്തിലെ ആൾക്കാരെ തിരക്കൊന്നും ഇല്ലല്ലോ. 2 ദിവസം കാണത്തില്ല. 2 ദിവസം കഴിയുമ്പോഴേ എനിക്ക് തിരക്ക് വരുത്തും. ആ കിണറിൻ്റെ വടം ഒന്നും കൂടെ എടുത്ത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് അത് അവിടെ ചെന്ന് ഇല്ലേ, ഇങ്ങോട്ട് പോക്ക്, ഇങ്ങോട്ട് പോക്ക്. വെള്ളം ഉണ്ടോ നോക്കാൻ പോകും.
കടയെല്ലാം പൊളിച്ച് കൊണ്ടുപോവുക. അവർ നിർബന്ധിച്ച് പൊളിപ്പിക്കും. അതാണ് നമ്മളവിടെ നേരത്തെ കട അടിച്ചിട്ടുള്ളത്, നമുക്കറിയാം. 12-ാം തീയതി തന്നെ പൊളിച്ച്, 12-ല്ല 13-ാം തീയതി തന്നെ പൊളിച്ച് മാറ്റണമെന്ന് നിർബന്ധിക്കും. അതുകൊണ്ട് എല്ലാവരും കടയെല്ലാം പൊളിച്ച് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്തൊക്കെ തരണം കേട്ടോ. ഞങ്ങളിനി തീരദേശത്തോടൊരു യാത്ര ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകും. കാട്ടിലമ്പലത്തിലോട്ട് വരുന്ന വഴി അയ്യാറിയുടെ കരിമണൽ ഖനനം നടക്കുന്ന അതിലേക്കൂടാണ് വരുന്നത്. ഇപ്പോൾ റോഡൊക്കെ നല്ല ഇതായിരുന്നു. ഇത് പൊതയിലൊക്കെ പൊതമണ്ണായിരുന്നു. ഇപ്പോൾ നല്ല റോഡൊക്കെ ആയിട്ടുണ്ട്. പൊതയത്തില്ല, വലിയ ലോറിയൊക്കെ അയ്യാറിയുടെ പോയി കിട്ടും. അത് റോഡ് നല്ല ഉറച്ചിട്ടുണ്ട്. കണ്ട കാണുന്ന കടലാണ്. കടലിൻ്റെ സൈഡിലാണ് നമ്മൾ. ഇവിടെ എല്ലാം നല്ല കറുത്ത മണ്ണായിരുന്നു. അതെല്ലാം എടുത്ത് കന്നം നടത്തിയിട്ടുണ്ട്. വെള്ളമണ്ണ് കൊണ്ടിട്ടേക്കുക. മണ്ണ് തോണ്ടി എടുത്തോണ്ടിരിക്കുക. JCB വെച്ച് അടിയിൽ നിന്ന് കറുത്ത മണ്ണുള്ളതൊക്കെ തോണ്ടി എടുത്തോണ്ടിരിക്കുക. കാട്ടിലമ്പലം എന്ന് പറയുന്ന പോലെ കാടുണ്ട് അവിടെ. കുറച്ച് അമ്പലത്തിലോട്ട് വരുന്ന വഴിക്ക് കാട്ടിൽമേ ദേവി ക്ഷേത്രമുള്ള വരുന്ന വഴിക്ക് അപ്പുറം ഇപ്പുറമൊക്കെ കുറച്ച് കാട് പോലൊക്കെ ഉള്ള ഇതിലുണ്ട്. മൊത്തം കറുത്ത മണ്ണായിരുന്നു. കരിമണൽ മൊത്തം എടുത്തിട്ട് അതിൻ്റെ തന്നെ വേർതിരിച്ച് അതിൽ നിന്ന് വെള്ളമണ്ണ് കൊണ്ടുവന്ന് തിരിച്ച് വീണ്ടും ഇട്ടേക്കുക. ഇങ്ങണ്ട് ചെറിയ കാട് പോലെ സൈഡിലെല്ലാം ഉണ്ട്. സിദ്ധാർത്ഥ ചോദിക്കുന്ന ഈ കാട് ആണോ കാട്ടിൽ മേക്കെന്ന് പറയുന്നതെന്നാണ്. കാട്ടിലമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ്. വൃശ്ചിക മാസത്തിലെ തിരക്ക് ഒച്ചറ തിരക്കായതുകൊണ്ട് വൃശ്ചികത്തിനിടയിൽ വരാൻ പറ്റിയില്ല. 12 വിളക്കിനുള്ളിൽ വരാൻ പറ്റിയില്ല. 13-ാം തീയതി രാവിലെ വന്നത്. അപ്പുറം കാട് പോലെ ഉണ്ട്. അതിൽ വൃശ്ചികം 12-ാം തീയതിക്കുള്ളിൽ ഇതിലേക്കൂടെ വണ്ടിക്ക് കടത്തി വിടത്തില്ല. പാസ് ഉണ്ടെങ്കിലേ വിടത്തുള്ളൂ. ഈ കടക്കാർക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഇതുണ്ട്. അവർ കയറ്റി വിടത്തില്ല. അവിടെ പാസ് കട എടുത്തിട്ട് അതിൻ്റെ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി വരാൻ പറ്റത്തുള്ളൂ. നടന്നൊക്കെ വരാം. അവരവിടെ തടയുമായിരുന്നു. കട ലേലം എടുത്തതിൻ്റെ പാസ് കാണിക്കണം, എന്നാലേ നമുക്ക് വണ്ടി അങ്ങോട്ട് വൃശ്ചികം 12 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ കാട്ടിലമ്പലത്തിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തി തീരദേശത്തൂടെ ഒരു യാത്രയാണ് ഇന്ന്. കടലിൻ്റെ സൈഡിൽ കൂടെ ഒരു യാത്ര സിദ്ധാർത്ഥ് ഞാനും കൂടെ ഇറങ്ങിയത്. വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു കല്യാണത്തിന് കയറണമായിരുന്നു. കല്യാണത്തിന് കയറണമുണ്ട്. ഇന്ന് അയാൾ സ്കൂളിലൊന്നും പോയിട്ടില്ല. സ്കൂളിൽ പോകാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കല്യാണത്തിന് പങ്കെടുക്കേണ്ടതുകൊണ്ട് ഇറങ്ങിയതാണ്. അത് കാട്ടിലമ്പലത്തിൻ്റെ തൊട്ടടുത്ത് മൂക്കുമ്പഴ ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. ഈ കാട്ടിലമ്പലത്തിനെ പോലെ തന്നെ ഇടയ്ക്ക് നല്ല പേരും പ്രശസ്തിയൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോൾ കാട്ടിലെ അമ്പലത്തിന് പ്രാധാന്യം കൂടിയപ്പോൾ ഇതിനെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള അതിൻ്റെ വിഷയമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. മൂക്കുമ്പഴ ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നേരത്തെ നല്ല കാര്യസിദ്ധി പൂജ അങ്ങനെ ഇതൊക്കെ ഉള്ളതായിരുന്നു. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമായിരുന്നത്. ഇപ്പം അത്ര ഇതില്ല. കാട്ടിലെ അമ്പലത്തിനകത്താണ് എല്ലാവരും തിരക്ക് പോകുന്നത്. മൂക്കുമ്പഴ അമ്പലത്തിൻ്റെ വിഷയമൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. നാളെ അത് ഇടുന്നതായിരിക്കും. കാട്ടിലമ്പലത്തിലെ കടയെല്ലാം പൊളിച്ചെടുക്കുന്നതിൻ്റെ വിഷയങ്ങൾ
കടകളൊക്കെ പൊളിക്കുന്നത്, കടകളൊക്കെ പൊളിക്കുന്നുണ്ട്. നമുക്ക് ഷോയുടെ അടുക്കലോട്ട് പോയിട്ട് ഭയങ്കര കാറ്റാണ്. കാക്ക വല്ലി അടിച്ചു. ശരി, ഓക്കെ, ബൈ. എല്ലാവരും ലൈക്ക് ഷെയർ